അതിരപ്പള്ളിയിൽ നിന്ന് ആശ്വാസകരമായ വാർത്ത തന്നെയാണ് വരുന്നത്. രാവിലെ 6 മണിക്ക് മസ്തകത്തിൽ പരിക്കേറ്റ ആനയുടെ ചികിത്സാ ദൗത്യം മയക്കുവെടി വെച്ചു. അതിന് പിന്നാലെ ആന വീഴുന്നു. ആനയുടെ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ടെന്ന് അറിയിക്കുന്നു. പിന്നീട് പ്രാഥമിക ചികിത്സ നൽകി. അല്പസമയത്തിന് മുൻപ് കുങ്കി ആനകളുടെ സഹായത്തോടെ ആന കൊമ്പൻ എണീക്കുന്ന ഒരു സാഹചര്യം. പിന്നാലെ ഈ എലിഫന്റ് ആംബുലൻസിൽ അത് കയറ്റുന്നു. മറ്റ് നടപടികളിലേക്കൊക്കെ തന്നെ കടക്കുന്നു. ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ് ജനം ടി വിയിലൂടെ പ്രേക്ഷകർ കാണുന്നത്. വലിയ ആശങ്കയ്ക്കൊടുവിൽ ഒരു ആശ്വാസ വാർത്ത തന്നെയാണ് അതിരപ്പള്ളിയിൽ നിന്ന് വരുന്നത്. ആനന്ദ് പുതൂരുണ്ട്. ആനന്ദ്, 1.25 മണിക്കൂറായിരുന്നു ആശങ്ക നീണ്ട് നിന്നത്. ഡോക്ടർമാർ, അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘവും പറയുന്നു, ഇങ്ങനെ വീണ് കിടക്കുന്നത് വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്താകും അവസ്ഥ എന്നറിയില്ല. അപ്പോഴും അവർ ചികിത്സകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അല്പസമയത്തിന് മുൻപ് തന്നെ ആശ്വാസകരമെന്നുള്ള വാർത്ത എത്തി. കുങ്കിയാനകളുടെ സഹായത്തോടുകൂടി ആന എണീക്കുന്നു, വാഹനത്തിലേക്ക് കയറുന്നു. ഇനി എത്ര സമയമെടുക്കും കോടനാട്ടേക്ക് പോകുവാൻ വേണ്ടി? അവിടുത്തെ ചികിത്സാ രീതികളൊക്കെ തന്നെ എങ്ങനെയാണ്? ഇപ്പോൾ പ്രാഥമികമായിട്ടൊരു ചികിത്സ മാത്രമാണ് നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും, അതായത് മിനിറ്റുകൾക്കകം തന്നെ ഈ ആനയും ആയിട്ടുള്ള വാഹനം ഇവിടുന്ന് യാത്ര ആരംഭിക്കും. ഇപ്പോൾ കൂട്, അതായത് ഈ ആന കയറിയിട്ടുള്ള ഈ വാഹനത്തിന്റെ കൂട് ബലപ്പെടുത്തുന്ന കാഴ്ചകളാണ്. കയർ ഉപയോഗിച്ചുകൊണ്ട് RRT പ്രവർത്തകരും അതുപോലെ തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥരും ബന്ധവസാക്കുന്ന കാഴ്ച, ബലപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആന പൂർണ്ണമായും ഈ ലോറിയിലേക്ക് കയറിയിട്ട് മറ്റ് 3 കുങ്കിയാനകളുടെയും സഹായത്തോടു കൂടി തന്നെ ആനയെ കയറ്റി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും ദുഷ്കരമായി അയക്കാവുന്ന ഒരു ദൗത്യം, ഈ ഒരു ഘട്ടത്തിലെ ദൗത്യം പക്ഷേ വളരെ നല്ല രീതിയിൽ തന്നെ പര്യവസാനം സംഭവിച്ചിരിക്കുന്നു പറയുന്നത് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് രാവിലെ ആന വീണത് നമ്മൾ കണ്ടതാണ്. മയക്കുടിയേറ്റ ആന, സ്വാഭാവികമായും ആനയുടെ ശാരീരികാവസ്ഥ ബുദ്ധിമുട്ടിലാണ്. പ്രത്യേകിച്ച് ഭക്ഷണം വേണ്ട രീതിയിൽ ആന എടുക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങൾക്ക് പുറമെയായിരുന്നു അത്തരത്തിലൊരു വീഴ്ച പോലും സംഭവിച്ചത്. പക്ഷെ അതിൽ നിന്നെല്ലാം അവൻ ഉയർത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടൊരു കാഴ്ചയാണ്, വളരെ ആശ്വാസകരമായിട്ടുള്ള കാഴ്ചയാണ്. എന്തായാലും അവനെ രക്ഷിക്കാൻ കാട്ടിൽ നിന്നും വന്നെങ്കിലും അവനെ വീണ്ടും അടുത്ത ഘട്ടത്തിൽ അവന്റെ രക്ഷാപ്രവർത്തനത്തിൽ എത്തിയിട്ടുള്ളതും 3 ആനകൾ തന്നെയാണ്. വയനാട്ടിൽ നിന്നുള്ള 3 കരിവീരന്മാർ എത്തിയിട്ടുണ്ട്. അവനെ അകത്തേക്ക് കയറ്റി. തീർച്ചയായിട്ടും അവർ അവരുടെ ദൗത്യം എല്ലാ തവണത്തെയും പോലെ സുരേന്ദ്രനും പുഞ്ചുവും വിക്രമും അവരുടെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി അവർക്ക് തിരിച്ച് വയനാട്ടിലേക്ക് തന്നെ മടങ്ങാം. ഇനി അടുത്ത ഘട്ട ദൗത്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഡോക്ടർമാരുടെ അരുൺ സക്രയുടെ നേതൃത്വമുള്ള സംഘത്തിന്റെയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോഗ്യ പ്രവർത്തകരുടെയും ഘട്ടമാണിനി. അവരും ഈ അവരുടെ ദൗത്യം, അവരുടെ ഒരു ഉത്തരവാദിത്വം കൃത്യമായി തന്നെ പൂർത്തീകരിക്കുമെന്ന് നമുക്ക് ഉറച്ചു തന്നെ വിശ്വസിക്കാം. ചരിത്രം പറയുന്നതും അത് തന്നെയാണ്. എന്തായാലും ആന പൂർണ്ണമായും ലോറിക്കകത്ത് കയറിയിരിക്കുന്നു. ഈ ആനയുടെയും മരത്തടികൾ, അതായത് ആനയെ പൂർണ്ണമായി ബന്ധിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മരത്തടികൾ ഉറപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കയറുപയോഗിച്ചുകൊണ്ട് കൃത്യമായി കെട്ടുന്നു. ഏതാണ്ട് ഒരു 10 മിനിറ്റിനകം തന്നെ ഇവിടെ നിന്ന് ഈ വാഹനം യാത്രയാകും. അരുൺ സക്രി അടക്കമുള്ള സംഘം ഈ വാഹനത്തോടൊപ്പമുണ്ട്. ഡോക്ടർമാരുടെയും മറ്റ് മികച്ച ഡോക്ടർമാരുടെയും സംഘമുണ്ട്. അതുപോലെ തന്നെ കോടനാടും അവനെ കാത്തിരിക്കുന്നുണ്ട്. ഇനി എന്തായാലും അടുത്ത ഘട്ട ചികിത്സ എന്ന് പറയുന്നത് ഈ കോടനാട് ഈ കൂട്ടിലിട്ടുകൊണ്ടുള്ള ചികിത്സയായിരിക്കും. അത് ഒരുപക്ഷെ ദിവസങ്ങളോളമോ അല്ലെങ്കിൽ ആഴ്ചകളോളമോ നീണ്ടേക്കാം. ഇനി പൂർണ്ണ ആരോഗ്യവാനാവാതെ ഒരിക്കലും അവനെ തിരിച്ച് കാട്ടിലേക്ക് വിടില്ല എന്ന് തന്നെയാണ് നമുക്കറിയുന്നത്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ തവണ അത്തരത്തിൽ ആദ്യഘട്ട ചികിത്സ മികച്ച ചികിത്സയാണ് നൽകിയതെങ്കിലും പക്ഷേ അത് അവസാന ഘട്ടത്തിൽ അത് ഫലം കണ്ടിരുന്നില്ല. അതോടുകൂടി തന്നെയാണ് വീണ്ടും ചികിത്സിച്ചുകൊണ്ട്, അതായത് പിടികൂടി ചികിത്സിക്കാൻ, കൂട്ടിലിട്ടുകൊണ്ട് ചികിത്സിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ ദൗത്യ സംഘം എത്തുന്നത്. എന്തായാലും അവനെ പിടികൂടിയിരിക്കുന്നു. രാവിലെ ഏതാണ്ട് 6:00 കൂടിയിട്ടുള്ള ഒരു ദൗത്യമായിരുന്നു. 6:30 ആരംഭിച്ച ദൗത്യം 1.5 മണിക്കൂറിനകം തന്നെ ഫലം കണ്ടു എന്ന് പറയുന്നതും വളരെ സന്തോഷമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആനയുടെ സഡേഷൻ പൂർണ്ണമായി വിടുന്നതിന് മുമ്പ്, ആനയുടെ മയക്കം പൂർണ്ണമായി ഇല്ലാതാവുന്നതിന് മുമ്പ് തന്നെ ഇവനെ കോടനാടേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ആ ശ്രമങ്ങൾ, ആ ദൗത്യമാണ് നമ്മൾ കാണുന്നത്. ആനയെ പൂർണ്ണമായും ലോറിക്കകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. കൂട് ബലപ്പെടുത്തുന്നു. ആന നിൽക്കുന്ന ഈ ആംബുലൻസ്, ഈ അനിമൽ ആംബുലൻസ് ബലപ്പെടുത്തുന്ന കാഴ്ച. ഇനി നേരെ കോടനാട്ടേക്ക്. അത് അല്പസമയം തന്നെ ആ യാത്ര ആരംഭിക്കും. ഏതാണ്ട് 1 മണിക്കൂറിന് ദൂരമാണ് ഇവിടെ നിന്നുള്ളത്. ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താതെ, ഒരു നിമിഷം പോലും വൈകിക്കാതെ തന്നെയായിരിക്കും അതും സംഭവിക്കുക. കാരണം നമുക്കറിയാം, ഈ ആന ആരോഗ്യനില നേരത്തെയൊക്കെ തന്നെ പരിശോധിച്ചപ്പോൾ വളരെ ഗുരുതരമാണ് എന്ന് ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മയക്കുവെടിയ ശേഷം
മയക്കുവെടി വെച്ചതിന് ശേഷം പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും അത് എത്രത്തോളം ഫലവത്താണ് എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ ഇനി അധികം സമയം നോക്കാനില്ല, എത്രയും വേഗം ഇതിനെ കോടനാട്ടേക്ക് എത്തിക്കുക എന്നുള്ളൊരു നീക്കം തന്നെയാണ് വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തേണ്ടത്. കാരണം അത്രയ്ക്ക് അവശ്യ നിലയിലാണ് ആന ഉള്ളത് പോലും. തീർച്ചയായിട്ടും അതുതന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ആനയുടെ ആരോഗ്യസ്ഥിതി അതീവ ദുഷ്കരമാണ്, അതീവ ഗുരുതരമായിട്ടുള്ള സ്ഥിതി തുടരുന്നതാണ്. ഈ മുറിവ് ഓരോ ദിവസം കഴിയുന്നതോറും ഈ മുറിവിൻ്റെ വ്യാപ്തി വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മളെല്ലാവരും ക്ലോസ് വിഷ്വൽസിൽ കണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിൽ സംബന്ധിച്ചിടത്തോളം ആനയെ പൂർണ്ണമായും കൂട്ടിലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു നിമിഷം പോലും വൈകാതെ ചികിത്സ നൽകുക എന്ന് പറയുന്നതാണ് ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള ഘട്ടമെന്ന് പറയുന്നത്. പ്രാഥമിക ചികിത്സ മാത്രമാണ് ഇവിടുന്ന് നൽകിയിട്ടുള്ളത്. അടുത്ത ഘട്ട ചികിത്സയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോടനാട്ടേക്ക് എത്തിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ആദ്യഘട്ടത്തിൽ നമ്മളെല്ലാവരും ഭയപ്പെട്ടിരുന്നത് പോലെ സംഭവിച്ചില്ല എന്ന് പറയുന്നത് തന്നെയാണ് വലിയൊരു ആശ്വാസം. കാരണം വീണ് കിടക്കുന്ന ആന ആരോഗ്യനില വളരെ ദോഷകരമായിട്ട് നിൽക്കുന്നൊരു ആന, ഭക്ഷണം പോലും കൃത്യമായി കഴിക്കാൻ പറ്റാത്തൊരു ആനയാണ് മയക്കുവെടിയേറ്റ് ഒരു രക്ഷപ്പെടുത്തൽ ശ്രമത്തിനിടെ വീണുപോയത്. ആ ആന എഴുന്നേറ്റു എന്ന് പറയുന്നത് സമാധാനപരമായിട്ട് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. തുടക്കം മുതലേ എല്ലാ ദൃശ്യങ്ങളും, ഒരു ദൃശ്യം പോലും എല്ലാ ദൃശ്യങ്ങളും ജനൻ TV പ്രേക്ഷകർക്ക് മുമ്പിൽ രാവിലെ മുതൽ തന്നെ എത്തിക്കുന്നുണ്ട്. ഒരു ദൃശ്യം പോലും മിസ്സാവാതെ എല്ലാം പ്രേക്ഷകർ കൃത്യമായി കണ്ടതാണ്. ഏഴാറ്റുമുഖത്തിന്റെ സ്നേഹം കണ്ടതാണ്, മയക്കുവെടി വയ്ക്കുന്നതും കണ്ടതാണ്. ആനയെ ലോറിയിലേക്ക് കയറ്റുന്നത് വരെയുള്ള ദൃശ്യങ്ങളിൽ എല്ലാ ദൃശ്യങ്ങളും കൃത്യമായും ജനൻ TV അതേ സമയത്ത് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഈ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ആന പൂർണ്ണമായും ലോറിയിൽ കയറിയിട്ടുണ്ട്. ഇനി കോടനാട്ടേക്കുള്ള യാത്രയിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഏതാണ്ട് ഈ ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പാണ് ഇത്തരത്തിൽ ആനയെ പിടികൂടിക്കൊണ്ട് ചികിത്സ നടത്തി തിരികെ കാട്ടിലേക്ക് വിട്ടത്. പക്ഷേ ഒരു 1.5 ആഴ്ചയോളം അവൻ കാട്ടിൽ നിന്നെങ്കിലും പിന്നീട് അവൻ വീണ്ടും ഈ നാട്ടിലേക്ക് ഇറങ്ങുകയായിരുന്നു. അപ്പോഴാണ് വീണ്ടും മനസ്സിലാവുന്നത്, പ്രത്യേകിച്ച് നാട്ടുകാർ ശ്രദ്ധിക്കുമ്പോഴാണ് ഈ ആനയുടെ മുറിവിൽ നിന്ന് പുഴുക്കൾ പുറത്തേക്ക് ചാടുന്ന ഒരു കാഴ്ച ആളുകൾ കാണുന്നു. വീണ്ടും മാധ്യമങ്ങൾ വിഷയം വാർത്തയാക്കുന്നു. അതോടുകൂടിയാണ് ദ്രുതഗതിയിലുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് കിടന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഏഴാറ്റുമുഖം പ്രദേശത്തുള്ള പ്ലാന്റേഷൻ ഭാഗത്തുള്ള ഈ ആൻഡ്രു എന്ന് പറയുന്ന ആളുടെ വീടിന്റെ അടുക്കള വരെ ഈ ആന എത്തിയിരുന്നു. ആ ദൃശ്യങ്ങളും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അതായത് ഈ അടുക്കള ഭാഗത്തുള്ള ഈ വാഴകളും അതുപോലെ തന്നെ തെങ്ങുതൈകളെല്ലാം ഇവൻ മറച്ചു കിട്ടുകൊണ്ട് തിന്നുന്ന ഒരു കാഴ്ചയും നമ്മൾ പ്രേക്ഷകരിലേക്ക് തത്സമയം തന്നെ എത്തിച്ചിരുന്നു. അപ്പോൾ ആന കൃത്യമായി ജനവാസ മേഖലയിൽ തന്നെ അതിരപ്പള്ളിയിലെ ദൗത്യം നിർണായക മണിക്കൂറുകളിൽ കടന്നിരിക്കുകയാണ്. മയക്കുവെടിയേറ്റ ആന എഴുന്നേറ്റിട്ടുണ്ട്. ആനയെ കുങ്കിയാനകളുടെ സഹായത്തോടെ ഇപ്പോൾ അനിമൽ ആംബുലൻസിൽ കയറ്റിയിട്ടുണ്ട്. ഉടൻ തന്നെ കോടനാട്ടേക്ക് കൊണ്ടുപോകും. അതിനുശേഷമാണ് ചികിത്സകളൊക്കെ തന്നെ ആരംഭിക്കുന്നത്. പ്രാഥമിക ചികിത്സ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ദൗത്യം നിർണായക ഘട്ടത്തിലെന്ന് വനമന്ത്രി AK ശശീന്ദ്രനും അറിയിച്ചു. അതിനിടയിൽ തന്നെ ഒരു സൗഹൃദത്തിൻ്റെ ഒരു കാഴ്ച കൂടി ഇന്ന് രാവിലെ അതിരപ്പള്ളിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. രക്ഷാദൗത്യത്തിനിടയിൽ മയങ്ങി വീണ ആനയ്ക്ക് താങ്ങായി ഒരു കുങ്കിയാന. മയങ്ങി വീഴുന്നതുവരെ ആനയെ താങ്ങി നിർത്തിയത് മറ്റൊരാനയാണ്. ഏഴാറ്റുമുഖം ഗണപതിയാണ് മസ്തകത്തിന് മുറിവേറ്റ ആനയ്ക്ക് തുണയായതും. അതിൻ്റെ ദൃശ്യങ്ങളും ജനൻ TV പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. വിവരങ്ങളും തത്സമയ ദൃശ്യങ്ങളും പങ്കുവയ്ക്കുകയായിരുന്നു ആനന്ദ് പുത്തൂർ.